ക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരു കേറ്റ റിസൾട്ട് കൂടി കഴിഞ്ഞ ദിവസം വരികയുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടുകൂടി പാസ്സായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വീഡിയോന്റെ താഴെയുള്ള കമന്റ് നോക്കിയാൽ, ഞാൻ ഒന്നും കമന്റ് ആയിട്ട് പറയുന്നില്ല, അതിന്റെ ആ കമന്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അക്ലോറയുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, എത്രത്തോളം കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു കമന്റ്സ് മാത്രം വായിച്ചാൽ മതി, എന്ന് നമുക്ക് മനസ്സ് നിറയും. ആ കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സറിയും. അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ പല കാറ്റഗറികളിൽ അവർ ഒരുപാട് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ചില കുട്ടികളൊക്കെ നിസ്സാര മാർക്കിനൊക്കെയാണ് പരാജയപ്പെട്ടത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 1 മാർക്ക് 2 മാർക്കിനൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ എന്തായിരുന്നാലും വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്? ആദ്യമേ ഞാൻ നിങ്ങളോട് പറയുന്നു, പഠിത്തം അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ സർവീസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേട്ടത് നിർബന്ധമാണ്. അവർ പാസ്സായി, ഓക്കെ, അത് സെറ്റായി അല്ലെ. നേരെ മറിച്ച് സർവീസിൽ കയറാത്ത, ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യാത്ത എന്നാൽ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഈ പഠനം എന്ന് പറയുന്നത്, ഇത് ഈ കേട്ടറ്റ് പാസ്സാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യ പടിയാണ് അല്ലെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്ററ്റിന്റെ വെരിഫിക്കേഷൻ വരും അല്ലെ. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണ്ട നിങ്ങൾക്ക്. അപ്പൊ വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷന്റെ അറിയിപ്പ് എങ്ങനെ അറിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡി ഓഫീസിൽ നിന്ന് അറിയിപ്പ് ഉണ്ടാവും, പത്രത്തിലുണ്ടാകും, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാനലിലും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. കേറ്ററ്റിന്റെ ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, വെരിഫിക്കേഷന്റെ പ്രോസസ്സിങ്ങിനും സർട്ടിഫിക്കറ്റ് കിട്ടാനും എന്തായാലും ഡിലേ ഉണ്ടാവുമല്ലോ. അപ്പൊ ചില കുട്ടികളുടെ വിചാരം സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് എക്സാം എഴുതാൻ പറ്റൂ. അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ കേറ്ററ്റ് പാസ്സായില്ലേ, നിങ്ങൾ ആദ്യം തന്നെ PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസ്, ആ റിസൾട്ട് നോക്കി അവിടെ കൊടുക്കുക. ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് ഉണ്ടാവും PSC പ്രൊഫൈലില്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആഡ് ക്വാളിഫിക്കേഷനിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്ററ്റിന്റെ അത് അവിടെ വരും. കാറ്റഗറി ഏതാണെന്ന് അടിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ ആ ഡീറ്റെയിൽസ് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു മൊബൈലിൽ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇനി വരുന്ന PSC നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ നൗ എന്ന് കാണിക്കും. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഇനി എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? PSC ആയിരിക്കണം. നിങ്ങൾക്കൊക്കെ എന്തായാലും കേറ്ററ്റ് പാസ്സാകാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇനി പിന്നെ PSC നോട്ടിഫിക്കേഷൻ വരട്ടെ അപ്പൊ പഠനം തുടങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. നിങ്ങളുടെ അടുത്ത ലക്ഷ്യം നിങ്ങൾ ഏതായിക്കോട്ടെ, ഇപ്പൊ കാറ്റഗറി 1 2 പാസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു LP UP ടീച്ചറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും. B.Ed കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും. അതുപോലെ അറബിക്, സാൻസ്ക്രിറ്റ്, ഡ്രോയിങ്, അത് സീയിങ്, ഇതൊക്കെ അവർക്ക് ഒരു ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റ് ടീച്ചർ ആകുക എന്ന് പറയുന്നതാണ്. ഏത് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ എന്താണ് സാലറി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ജോലിയിൽ ഏത് ജോലി ആയാലും, പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും നമ്മൾ എഫേർട്ട് എടുക്കണം ഉറപ്പായിട്ടും. പക്ഷെ നമുക്കൊരു എന്താണ് അതിനനുസരിച്ചുള്ള ഒരു സാലറിയും സംഭവങ്ങളൊക്കെ, നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം അല്ലെ. അപ്പൊ ഏതൊരാളുടെയും സ്വപ്നമാണ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസിൽ ടീച്ചർ ആകുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളെ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം LP UPയുടെ, ജനറൽ ആയിട്ടുള്ള LP UPയുടെ PSC നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതാണ് അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ചിലപ്പോൾ ഈ ഇയർ എൻഡോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അക്ലോറയിൽ അതിന്റെ ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അക്ലോറ എന്ന് പറയുമ്പോൾ ഒത്തിരി കുട്ടികൾ കേട്ടിട്ട് പാസ്സാക്കാൻ മാത്രമല്ല, നമ്മള് സർവീസിൽ വരെ ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, അഡ്വൈസ് വന്നു നിൽക്കുന്ന കുട്ടികളുണ്ട്, സർവീസിൽ കയറിയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നിമിത്തമാകുവാൻ അക്ലോറയ്ക്ക് സാധിച്ചു എന്നുള്ളത്, തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് ഉണ്ട്. അതോടൊപ്പം നമുക്കൊരു നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലക്ഷ്യം ഒരു ഗവൺമെന്റ് ടീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കുക. ഇനിയിപ്പോ നമ്മൾ LP UP അറബിക്കിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
JLTയുടെ അല്ലെ, അത് പാർട്ട് ടൈം ആകട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. HSIയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡ്രോയിങ് സീയിങ്ങിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ PSCയുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിത്തം തുടങ്ങി വെക്കുക. കാരണം ഈ കേട്ടിട്ട് പോലെയല്ല, കേട്ടിട്ട് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇത് ഒരു മത്സര പരീക്ഷയാണ്. എത്രത്തോളം ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ജോലി സാധ്യതയേറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതൊരു മത്സര പരീക്ഷയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സിലബസിനെ ആദ്യം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് കുറെ സമയം വേണ്ടി വരും. ഫുൾ ടൈം ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ പഠനം തുടങ്ങാൻ വേണ്ടി പറയുന്നത്. മനസ്സിലാവുന്നില്ല? മറ്റുള്ളവർ നോട്ടിഫിക്കേഷൻ വന്ന് പഠനം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ പഠനം തുടങ്ങുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിലബസ് ഏകദേശം കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ആണ്. എത്രത്തോളം റിവിഷൻ ചെയ്താൽ അത്രത്തോളം കൺഫ്യൂഷൻ ഇല്ലാതെ എക്സാം ഹാളിൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന നോട്ടിഫിക്കേഷനും നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ LPUP അറബിക് ആകട്ടെ, ഹിന്ദി ആകട്ടെ, ഡ്രോയിങ് ആകട്ടെ, സീയിങ് ആകട്ടെ, ജനറൽ LPUP ആകട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി അക്ലോറെ കാത്തു നിൽക്കുന്നില്ല. നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പഠനം തുടങ്ങുകയാണ്. നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്, ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. നേരത്തെ തന്നെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോ നിങ്ങൾ കേട്ടിട്ട് പാസ്സായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. ആ എനർജി നഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പ് അടുത്ത സ്റ്റെപ്പ് പഠിക്കുവാനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുക. കാരണം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനോടുള്ള ഒരു അങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പൊ പിന്നെ ആകട്ടെ നോട്ടിഫിക്കേഷൻ വരട്ടെ, അങ്ങനെ ഒരു അലസത വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു എനർജി, ഓക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിന് വേണ്ടി എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുക, പഠനം തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മികച്ച റാങ്കിൽ എത്തുവാനും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോ നിരാശപ്പെടേണ്ട, പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട. അടുത്തൊരു അവസരത്തിൽ അവർ ചെയ്യുക. അവര് തീർച്ചയായിട്ടും ഒന്നും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. അപ്പോ നേരത്തെ തന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, പഠിത്തം തുടങ്ങുക. നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ PSC പ്രൊഫൈലിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, കേരളത്തിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ സ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എത്രത്തോളം മക്കളവരുടെ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ ഇവിടെ കുട്ടികൾ പറയുന്ന കമന്റ്സും അവരുടെ ഫീഡ്ബാക്കും ഞങ്ങളുടെ ഓരോ വീഡിയോക്ക് താഴെ വരുന്ന ഫീഡ്ബാക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആശംസിക്കുകയാണ്. അപ്പൊ പുതിയ അപ്ഡേഷൻസും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.